ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് സൺഡേ മോർണിംഗ് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റൈഡിന് വേണ്ടി പോവാ. കാരണം ഇന്നത്തെ വെതർ കൊള്ളില്ല. ഇന്നലെ നൈറ്റ് മൊത്തം കണ്ടിന്യൂ മഴയായിരുന്നു. സോ ഞങ്ങളൊരു ഷോർട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തു, ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ച് വരാൻ. സോ വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ വണ്ടി എടുത്തപ്പോൾ ടയർ ഫ്ലാറ്റായിരുന്നു. ഇന്നലെ റൈഡ് പോയിട്ട് വന്നപ്പോൾ എവിടെയെങ്കിലും ഞാൻ പക്ഷേ ടയറൊക്കെ ചെക്ക് ചെയ്തു, അതിനകത്ത് പഞ്ചറൊന്നും കണ്ടില്ല. ഞാൻ കാറ്റ് ഫില്ല് ചെയ്തു, മെഷീൻ എൻ്റെ ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ കാറ്റ് ഫില്ല് ചെയ്തിട്ട് ഞാനിപ്പോൾ മീറ്റപ്പ് പോയിൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നോക്കണം വഴിയിൽ എവിടെയെങ്കിലും പഞ്ചറിൻ്റെ കടയുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇത് ഇല്ല, റോയൽ എൻഫീൽഡിൻ്റെ കൂട്ടാണ്, വണ്ടി അനങ്ങത്തില്ല. പഞ്ചർ ട്യൂബ്ലെസ് ടയർ ആണെങ്കിലും വണ്ടി പഞ്ചറാണെന്നുണ്ടെങ്കിൽ തീർന്ന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഇന്ന് പുറമോട്ട് എടുക്കുമ്പോഴാണ് അറിഞ്ഞത് വണ്ടി പഞ്ചറാണെന്ന്. പിന്നെ മെഷീൻ വെച്ച് കാറ്റടിച്ച് ഓൾമോസ്റ്റ് 3 minutes എടുത്തു കാറ്റ് ഫില്ലാവാനായിട്ട്. സോ ചെറിയ പഞ്ചർ കാണും, അത് ഉറപ്പാണ്. हेलो हाय हाय, पूरा टायर चेक किया, नेल्स तो नहीं दिख रहा. लास्ट टाइम याद है मेरा भी सेम हुआ. हाँ हाँ अच्छा अच्छा, नॉर्मल टायर देखे तो मालूम नहीं होता. मैंने वाज टेकिंग बैक, वो मूव नहीं हो रहा था, तभी डाउट. हाँ कल ही जाके आया मैं. कल उधर जाके क्या बोलते हो, वैसा कॉलोनी जाके आया कल. లూప్ లేకుండా కూడా అట్లా అవుతుందిరా, చైన్ లూప్ లేకుండా. ఇప్పుడే క్లీన్ చైన్ చూడు, క్లీనే ఫుల్. मस्त है ब्रो, कल बोटिंग ये सब किया. अच्छा था, वेदर पूरा अच्छा था. रिटर्न आते वक्त बारिश हुआ. ఏ ఎక్కడ బ్రో కొత్త బండి? ఏ కంగ్రాట్స్. అవునా? యూ హ్యాడ్ ఓకే ఓకే 650 ఉంది. కంగ్రాచులేషన్స్. I was thinking like you bro. You had 650 also, right? 600 also you had. Z900. Okay okay. Massive. Kanda vandi. BMW 1250. Tourer ആണ്, ട്വിൻ സിലിണ്ടർ ഉണ്ടോ? വണ്ടിയുടെ വലുപ്പം കണ്ടോ? എൻ്റെ ഹൈറ്റ് ഉണ്ട്, എൻ്റെ ചെസ്റ്റിൻ്റെ ഹൈറ്റ് ഉണ്ട് വണ്ടിക്ക്. എൻ്റെ ഹൈറ്റ് 5'9". വണ്ടി നേരെ നിന്ന് കഴിഞ്ഞാൽ മിറർ എൻ്റെ ചെസ്റ്റിൻ്റെ അത്രയുണ്ട്. ഇത് സ്റ്റോക്ക് ടയറേ ബ്രോ, ചേഞ്ച് ചെയ്യలేదు ఇప్పుడు వరకు. బ్రిడ్స్టోన్. 55. అవునా? ഓക്കെ. എന്താ ഫിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലടി, അവിടെ തന്നെ കൊടുക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ടയറാകുമ്പോൾ വെച്ചിട്ട് എൻ്റെ ABS-ൻ്റെ സെൻസർ ഇതായില്ല. അവൻ്റെ 25 പറഞ്ഞു ആ ടയർ. നോർമൽ ഇല്ലാത്ത കിടക്കുന്ന 50-ൻ്റെയാണ്. മഴ ആയതുകൊണ്ട് റൈഡ് ക്യാൻസൽ ആക്കാനിരുന്നതാണ്. കുറേ പേർക്ക് പനി, കുറേ പേര് വന്നില്ല. കുറച്ച് ബൈക്സേ ഉള്ളൂ. బాగుంది బ్రో టైర్. ఇది సైజ్ పెద్దదా బ్రో? సైజ్ సేమ్ సైజే కదా? చలో. സോ ഗൈസ്, ഇപ്പോൾ ഒരു BMW 1250, പിന്നെ നിഞ്ച ZX-10R, ഒരു നിഞ്ച 650, പിന്നെ നിഞ്ച 300, പിന്നെ ഒരു മറ്റേ ഹൈബൂസ 25th ആനിവേഴ്സറി ഇല്ലേ, അത് വരുന്നുണ്ട്. അവനാണ് ഇപ്പോൾ വിളിച്ചത് തന്നെ. പിന്നെ ഒരു Z900. ബാക്കിയുള്ളവർക്കെല്ലാം പനിയാണ്. കുഴപ്പമില്ല, ടയർ കാറ്റടിച്ച് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഒട്ടും വണ്ടി മൂവ് ആവില്ല, ഭയങ്കര അൺസ്റ്റേബിൾ ആയിരിക്കും.
തൽക്കാലം കുഴപ്പമില്ല. ഇനി പോകുന്ന വഴിക്ക് പഞ്ചർ ഷോപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. నిన్న వెళ్ళినావా ఆఫ్ రోడింగ్? వెళ్ళినావా? ఎలా ఉండేది? అవునా? ഇന്നലെ പുള്ളിക്കാരൻ ഞങ്ങളുടെ കൂടെ വരാനിരുന്നതാ. ഞങ്ങൾ ഇന്നലെ വൈസാഖ് കോളനി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയായിരുന്നു. അപ്പം എക്സ്പൾസ് ഇല്ലേ, ഹീറോ, അവർ ഓഫ് റോഡിങ്ങിൻ്റെ ട്രാക്ക് അവർ തന്നെ ബൈക്ക് പ്രൊവൈഡ് ചെയ്യും, അവർ തന്നെ ഫ്യൂൽ അടിച്ചു തരും. നമ്മളവിടെ ചെന്ന് വണ്ടി ഇത് ചെയ്യണം, ജസ്റ്റ് ഓടിക്കാം. രജിസ്റ്റർ ചെയ്തിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ആ പുള്ളി അതിന് പോയേക്കുമായിരുന്നു. ഞാൻ ചോദിക്കുമായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. പുള്ളി പറഞ്ഞത് നല്ല സൂപ്പറായിരുന്നു, കുറേ റൈഡേഴ്സ്. പുള്ളി പറഞ്ഞു വലിയൊരു കണ്ടം ഫീൽഡ് അത് അവർ ഓഫ് റോഡിങ് ട്രാക്കായിട്ട് മാറ്റിയിട്ട് അത് ഇവൻ്റ് കണ്ടക്ട് ചെയ്തതാണ്. ഇതിനകത്തുള്ള എല്ലാ വണ്ടിയും സ്റ്റോക്കാണ്, നമ്മുടെ 10R ഒഴികെ. 10R ഫുൾ സിസ്റ്റം ആരോ, അതിൻ്റെ മാത്രം സൗണ്ട് ഒത്തിരി കേൾക്കാം. ഇതുണ്ടോ, സിഗ്നൽ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാം കയറി വരും. ഇന്ത്യൻ റോഡ്സിൽ സിഗ്നൽ ഗ്രീൻ ആണെങ്കിലും അവിടെ ഇവിടെ എല്ലാം നോക്കിയിട്ടേ നിങ്ങൾ കയറാവുള്ളൂ. റിസ്ക്കാണ്, ആൾക്കാർ കണ്ണടച്ച് ക്രോസ് ചെയ്യും. സോ ഈ S4 എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്, ഞങ്ങളിപ്പോൾ പോകുന്ന S4 റെസ്റ്റോറൻറ്റിലോട്ടാണ്. അതിൻ്റെ ഓൾറെഡി ഞാൻ ഒരു ഫുൾ വീഡിയോ ഒന്ന് ഇട്ടായിരുന്നു. ഞാൻ അന്ന് കവാസക്കി ടീമിൻ്റെ കൂടെ പോയപ്പോൾ ഉള്ള വീഡിയോ. കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഗൈസ്, അതായത് നല്ല ഹൈവേ കിട്ടാൻ. ഞങ്ങൾക്ക് റൈഡ് ചെയ്യണമല്ലോ. മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതല്ല, നമ്മൾ ഇതാണ് റൈഡ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് നോക്കുന്നത്. എൻ്റെ പുറകിൽ പോയുള്ള വേറെ പ്രശ്നമുണ്ടല്ലോ, കല്ല് തെറിക്കും. ഭയങ്കര ഹൈ സ്പീഡിലാണ്. നല്ല ഹെൽമെറ്റൊക്കെ അല്ലെങ്കിലേ ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോവും. ചിലപ്പോൾ ഹൈ സ്പീഡിൽ വന്ന് കല്ല് വന്ന് തെറിക്കും നമ്മുടെ ഫേസിലടിക്കുമ്പോൾ. നല്ല ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് അല്ലെങ്കിൽ ഇത് സർട്ടിഫൈഡ് ഗ്ലാസ്സാണ്. അതായത് അതിനകത്തൊരു ടെസ്റ്റ് ചെയ്യും, ഇത്ര ദൂരെ നിന്ന് ഒരു ഒബ്ജക്റ്റ് അവരിങ്ങനെ എറിഞ്ഞ് നോക്കും, അല്ലെങ്കിൽ ഇട്ട് നോക്കും ഗ്ലാസ് പൊട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഒരു പക്ഷേ ഹൈ സ്പീഡിൽ വന്ന് അത് അടിക്കുവാണെന്നുണ്ടെങ്കിലും ആ ഗ്ലാസ് പെനിട്രേറ്റ് ചെയ്ത് അകത്തോട്ട് പോവില്ല. എനിക്ക് കൂടുതൽ താല്പര്യം ഇങ്ങനെയുള്ള റോഡ്സിൽ കൂടെ ഓടിക്കാനാണ്. ഈ ചുറ്റും മരങ്ങളൊക്കെ ഉള്ളത്, അതല്ലേ കുറച്ചുകൂടെ ഭംഗി കാണാൻ. ശരിയാണ്, റിസ്ക്കാണ്. ലൈക്ക് വല്ല ആനിമൽസ് വല്ലതും ക്രോസ് വന്നാൽ, അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് ക്രോസ് വന്നാൽ റിസ്ക്കാണ്. പക്ഷെ നമ്മളൊരു കൺട്രോളിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഇതാണ് രസം. ഞങ്ങൾ അങ്ങനെ എത്തി. എൻ്റെ ഡൗൺ ഷിഫ്റ്റ് കേട്ടു, സൗണ്ട് കേട്ടു. പെർഫെക്റ്റ്. అరే ఇది కొత్త మోడల్ కదా? ഹാർലി ഡേവിഡ്സൺ ആദ്യമായിട്ട് അതിന് ചെയിനുള്ള എല്ലാം ബെൽറ്റ് ഡ്രൈവാണ്.
ആദ്യമായിട്ടായി വണ്ടി ചെയിനിൽ കാണുന്നത്. ചെയിൻ ഇല്ലാത്ത വണ്ടിയാടി ഇതിന്. ഇത് బెల్ట్. అవునవును బెల్ట్ డ్రైవే. నేను కూడా ఫస్ట్ టైం చూస్తాను. ఎంత ఇది? 20 అది 22 అది. ഓക്കെ 22 വർഷമായി വണ്ടിയുടെ അതല്ല. ഇതാണ് ഞങ്ങളുടെ ലൈനപ്പ് ഗൈസ്. പുള്ളി വരുന്നുണ്ട് പുറയില്ല, വെയിറ്റ് ചെയ്യാം. ఏమైంది? స్మోక్ వస్తుందా? కావచ్చు కావచ్చు. స్మోక్ വരുന്നു. ఆగింది కదా. 200+ మారా చేసా. ఎక్సాస్ట్ పైప్ మొత్తం రస్ట్ లాగా. WD-40 కొట్టు. కానీ ఒకరోజు ఏమైందంటే WD-40 కొట్టిన నైట్, నెక్స్ట్ డే బండి తీస్తే ఫుల్ స్మోక్ వస్తుంది. నేనైతే షోక్, అరే ఏమైంది? అందరు నన్ను అడుగుతారు, ఏ బాబు కాలిపోతుంది బండి, పక్కన జరుగు. నాది ఒకసారి ఏమైంది, ట్యూనింగ్ అప్పుడు ఇంజన్ ఆయిల్ పైప్ పేలిపోయింది. అప్పుడు చూడాలా మొత్తం పోగా, అసలు నాకు అర్థమైతే లేదు ఏమైందా అని చెప్పి. నెక్స్ట్ డే మా రిపేర్ చేసి స్టార్ట్ చేస్తుంటే పొగ వస్తుంది. ప్యాకేజ్ బండి వెళ్ళిపోతుందేమో, అక్కడక్కడ పడ్డ ఆయిల్ ఉంటుంది చూడు. అదే ఒకసారి పెట్టుకొని చూడు వెయిట్. అందుకే వస్తుంది లేదు, చాలా వెయిట్ ఉంది. అప్పుడప్పుడు అవునా? మాట్లాడుతుంటాడే పొద్దున్నే, నాకు ఏం అర్థం కాదు. అవునవును బాగుండదు. సేమ్ డ్రగ్స్ లెక్కనే అది. ఇప్పుడు వస్తుందా మార్నింగ్ రిఫ్రెష్. സോ ഗൈസ്, ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പോകാൻ പോവാ. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഫോട്ടോസ് എടുക്കാൻ പ്ലാൻ ഉണ്ട് ഗൈസ്. പോകുന്ന വഴിക്ക് അവിടെ ORR ഉണ്ട്, ഔട്ടർ റിംഗ് റോഡ്. കുറേ ബൈക്ക് എക്സ്പെക്ട് ചെയ്തേ, പക്ഷേ അധികം ആൾക്കാർ വന്നില്ല. കുറച്ച് ഓപ്പൺ റോഡ് കിട്ടി, നല്ല സ്ട്രെച്ച് ചെയ്തു. 200 ടച്ച് ചെയ്തു. പില്ലിയൺ ഉണ്ടല്ലോ എനിക്ക്, അതുകൊണ്ട് അത്ര ഇതായിട്ട് ഇത് ചെയ്തില്ല. ബൈ. So thank you so much guys for watching my videos and liking, subscribing. എനിക്ക് കൂടുതൽ കമൻറ്റ്സ് കിട്ടുന്നത് മലയാളത്തിലാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ താങ്ക്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ ഗൈസ്.